ഇവിടെ മെൻസ് കമ്മീഷൻ ആരോപണം വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു സവാദിന്റെ KSRTC ഇഷ്യൂ വരിക, ഈ റീസെന്റ് ഇഷ്യൂ ഒരു ആവശ്യം ന്യായമാണെങ്കിൽ അല്ലെങ്കിലും അത് അറ്റ് ദ റൈറ്റ് പ്ലേസ് അല്ല, റോങ് പ്ലേസ് ആൻഡ് ദ വേസ്റ്റ് സിറ്റുവേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. അവിടെയാണ് ഇഷ്യൂ നടക്കുന്നത്. അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ട് ആൻഡ് ഇനി ആരാ ഇത് വാദിക്കുന്നത്? ഇപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, മുസ്ലിം ലീഗ് ആണോ മുസ്ലിംസിൻ്റെ മുഖമുദ്ര, അല്ലെങ്കിൽ ഫേസ് ഓഫ് ഇന്ത്യൻ മുസ്ലിംസ് മുസ്ലിം ലീഗ് ആണോ? അപ്പോൾ എന്തുകൊണ്ടാണ് അവർ മുസ്ലിംസിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് പറയുന്നത്? എങ്ങനെ എനിക്ക് എന്നെ അവരെ എൻ്റെ ഐഡൻറ്റിറ്റി ആക്കി വെക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ചിലപ്പോൾ വിശ്വസിക്കുന്നത് BJP-യിലായിരിക്കും, ചിലപ്പോൾ കോൺഗ്രസ്സിലായിരിക്കും, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരിക്കും. അപ്പോൾ എന്നെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ മുസ്ലിം ലീഗിനെ ആര് ചുമതലപ്പെടുത്തിയ ചോദ്യം പോലെ തന്നെ ഈ മെൻസ് കമ്മീഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന ഫേസസ് ശരിക്കും മെൻസിന് മൊത്തം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരാണോ? ആയിരിക്കില്ല. അല്ല. അപ്പം ഇതൊരു കോൺട്രാഡിക്ഷൻ സാധനമാണ്. അവര് മുന്നോട്ട് വെക്കുന്ന സിറ്റുവേഷൻസും കേസസും ഒക്കെ ചിലപ്പോൾ അതിൽ ന്യായം കാണും. ഇവിടെ സവാദ് തെറ്റ് ചെയ്തില്ലെന്നുള്ള ഞാൻ ചിന്തിക്കുന്ന കാര്യമില്ല. കാരണം എന്നെ സംബന്ധിച്ച് സത്യത്തിൽ ഞാനൊരു സെൽഫിഷ് മനുഷ്യനാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ പെങ്ങട നേരെ സവാദ് വരുമ്പോൾ മാത്രമേ എന്നെ ഇത് ബാധിക്കത്തുള്ളൂ സത്യത്തിൽ. ഞാൻ അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയ കണ്ട് ഞാൻ പ്രതികരിച്ചു സാധാരണക്കാരനായ മറ്റേ എന്താ പേര് പറയുന്നത്, പുറമോടി മാത്രം കാണിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിനെ പുഷ് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാർ, ഇപ്പോൾ ഇതിനെ പുഷ് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാർ മൊത്തത്തിൽ മെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരാണോ? അല്ല. നിങ്ങൾ ഏത് പാർട്ടി എടുത്താലും അങ്ങനെ തന്നെയല്ലേ? അപ്പം ഞാൻ ചെയ്യുന്നത്, ഒരു കോസ് കോമൺലി വരുമ്പോൾ അതിനെ ആൾക്കാർ കൺസിഡർ ചെയ്യണമെങ്കിൽ അത് കൊണ്ടുവരുന്ന ഒരു കോസ് നല്ലതാവണം, അല്ലെങ്കിൽ കോസ് മൊത്തത്തിൽ അക്സെപ്റ്റബിൾ ആവണം, അത് കൊണ്ടുവരുന്ന ആൾക്കാർ സോഷ്യലി അക്സെപ്റ്റബിൾ ആവണം. ഇപ്പം ഇതിൽ രാമകൃഷ്ണൻ അല്ല എൻ്റെ ടാർഗറ്റ്. ഞാൻ പറയുന്നത് അതിൻ്റെ കൂടെ നിൽക്കുന്ന മറ്റു പലരും. ഇപ്പം ഞാനും ജോണും തമാശയ്ക്ക് പറയും, അന്ന് മെൻസ് കമ്മീഷൻ ആണെന്ന് പറഞ്ഞ് ഒരാളെ ജയിലിൽ സ്വീകരിക്കാൻ പോയ ആൾക്കാരിൽ പലരും നോർമൽ ആണോ എന്ന് നമുക്ക് സംശയമുണ്ട്. നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്, നമ്മുടെ പേഴ്സണൽ ചർച്ച ചെയ്ത് വരുന്ന സാധനമാണ്. അപ്പം അവരാണോ ആണുങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ.